പിന്നീട്ടാ പിന്നീട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നും പറയട്ടെ എന്റെ അഞ്ജലി, ആ സൂപ്പർ മാർക്കറ്റിൽ പുതുതായിട്ട് 2 സ്റ്റാഫ് വന്നിട്ടോ, പക്ക ന്യൂസൻസ്. അവരെ സഹിച്ച് മടുത്തു, തലവേനയാണ്. വിനീട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നോക്കൂ വിനീട്ടാ, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? ദൂരെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു അടിപൊളി സ്ഥലത്ത്. അത് ശരിയാ, വിവാഹത്തിന് ശേഷം നമ്മൾ യാത്രയ്ക്കൊന്നും പോയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടെ, പക്ഷെ അച്ഛൻ കൂടെ വരില്ലല്ലോ അല്ലേ? അതെന്താ അച്ഛൻ കൂടെ വന്നാല്? ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ പോകുമ്പം അച്ഛനും കൂടെ. അച്ഛൻ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ യാത്രയ്ക്കും പോണ്ട. അതെന്താ അച്ഛൻ വന്നാല്? അച്ഛനെ കൂട്ടിയിട്ടാണ് എനിക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാൻ താല്പര്യമില്ല കേട്ടോ. എങ്കിൽ നീ യാത്ര എന്നുള്ളത് മറന്നേക്ക്. ഇതൊരു വലിയ സുവർണാവസരമാണ്. ആണോ? നിന്റെ മരുമോൻ ഒറ്റയ്ക്കാണ് ഈ കേസ് നടത്തുന്നത്. ഈ കേസ് പിൻവലിച്ചാലേ കോൺട്രാക്ടർ അവന് ചോദിക്കുന്ന പൈസ കൊടുക്കും. ഈ 10 ലക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും അതൊരു ലാഭമല്ലേ? എന്റെ ബാബുവേ, 10 ലക്ഷം ഒന്നുമല്ല, 1 കോടി വരെ കൊടുക്കാൻ കോൺട്രാക്ടർ തയ്യാറാണ്. മാത്രമല്ല വലിയൊരു പൈസ വക്കീലിന് ഫീസ് കൊടുത്തിട്ടാണ് വിനയൻ ഈ കേസ് നടത്തുന്നത്. കേസ് പിൻവലിച്ചാല് ആ പൈസ ലാഭല്ലേ? അല്ല, എന്റെ ഒരു സംശയമാണ്. എന്ത്? വിനയൻ കേസ് പിൻവലിച്ചാലും നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കൂലേ? എന്റെ ബാബുവെ, അത്രയ്ക്ക് വിവരമുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. മാത്രമല്ല ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നീ കേസ് വെച്ച് ചെന്നാലേ വലിയ പണച്ചെലവാ. ആ പൈസയൊക്കെ ആര് കൊടുക്കും? എന്നാലേ വിനയനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കാര്യം നടന്നാലേ എന്നെ മറക്കരുത്. എന്നോട് അടുക്കള പണിയൊക്കെ ചെയ്യാൻ പറയുന്നു അച്ഛാ. അച്ഛനറിയാലോ, ഞാനൊരു ചൂടുവെള്ളം പോലും വീട്ടിലുണ്ടാക്കാറില്ലല്ലോ. എന്നോ എന്നോട് ചോറ് വെക്കാൻ പറയുമോ ഇവര്? അയ്യോ, അച്ഛനും മോനും ഒക്കെ ഭയങ്കര റഫാ. ഒന്ന് ചിരിച്ചു കാണൂല 2 എണ്ണത്തിന്. 24 മണിക്കൂർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞോണ്ട് നടക്കുക. പൈസ ഭ്രാന്തന്മാരെ. എന്നെ ഒന്ന് ഹണിമൂണ് പോലും കൊണ്ടുപോകുന്നില്ല. പിന്നെ അച്ഛനില്ലാത്ത വിഷമം എനിക്ക് ഒത്തിരി ഉണ്ട്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകല്ലേ? താനിതിനു മുമ്പ് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത പരിചയമുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ടൈമാ. ഇതെന്താ മിലിറ്ററിയിലേക്കുള്ള സെലക്ഷനാണോ? അപ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് പണി തുടങ്ങണം. മനുഷ്യനോട് എണീക്കുന്നതിന് 8:30. അപ്പോഴാ 8 മണിക്ക് വരാൻ പറയുന്നത്. വൈകിട്ട് 7 മണി വരെ ഇവിടെ തന്നെ കാണണം. സർ, വൈകിട്ട് 6 മണിക്ക് പോവാന്ന് ഇന്റർവ്യൂവിന്റെ ടൈമിൽ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ. പക്ഷേ ഒരു പണിയും പെൻഡിങ് ആവരുത്. ഏൽപ്പിച്ച പണി വല്ലതും പെൻഡിങ് ആയാൽ പിന്നെ രാത്രി 10 മണിയായാലും ഞാൻ വിടില്ല. മനസ്സിലായോ? ഓക്കെ സർ. എന്നാ പോയി പണി തുടങ്ങിക്കോ. ശരി സർ. എടാ വിനയ, ഇവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. വരും. ചെല്ല്. ഇവിടെ ഇപ്പം അത്ര മല മറിക്കുന്ന പണിയൊന്നുമില്ല. ഇപ്പം തന്നെ എല്ലാ പ്രൊഡക്റ്റിലും ഒരു കോഡുണ്ട്. ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് നീ ജനറലായിട്ടൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഗോപിക. സാറിൻ്റെ പേരെന്താ? വിനയചന്ദ്രൻ. നിന്നെ ഇന്റർവ്യൂ ചെയ്ത അദ്ദേഹത്തിന്റെ മകനാ. ആ അച്ഛൻ്റെ മോനല്ലേ? അടുത്ത പാരയാവോ? എന്തേ പറഞ്ഞോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു ജോലിക്ക് വരുന്നേ. വിനയൻ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഞാനൊരു പാവാണേ. ഞാൻ അതിലും വലിയ പാവാ. അടുക്കള പണിയൊന്നും ചെയ്യില്ല എന്ന് അഞ്ജലി നിലപാടെടുത്തതോടെ ഞങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ. ഇത്രയും കാലം ഞങ്ങൾ 2 പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അവൾക്ക് കൂടി വേണ്ടി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനെയുണ്ട്? അഞ്ജലിക്ക് സത്യത്തിൽ ഒരു പണിയുമില്ലല്ലോ, കാര്യമായിട്ട് വിദ്യാഭ്യാസവും ഇല്ല. അപ്പൊ നിങ്ങളെ സഹായിച്ചാലെന്താ? അതല്ലേ പറയുന്നത്. ആരോട് പറയാൻ? അതിന് വല്ല ബോധമുണ്ടോ? ഏതോ ഒരു സ്വപ്ന ലോകത്താ ജീവിക്കുന്നത്. ഫുൾ ടൈം ഗെയിംസും റമ്മികളിയും ഒക്കെ. സത്യത്തിൽ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വന്നത് അവളുടെ നല്ലൊരു ഭാഗ്യമായിട്ടേ ഞാൻ പറയൂ. പക്ഷെ അവൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഇത്രയും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടാനുണ്ടോ? സത്യം, അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവൾക്ക് ചെറിയ പ്രായമല്ലേ. എന്താണ് ജീവിതം, എന്താണ് ഭർത്താവ് എന്നൊക്കെ മനസ്സിലാക്കി വരെ ഒരു സമയമെടുക്കും. സത്യം. അതുവരെ കാത്തിരിക്കേ രക്ഷയുള്ളൂ.
അച്ഛനെ തന്നെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അത് മോനെ, നീ ആ കോൺട്രാക്ടർക്കെതിരെ കേസ് കൊടുത്തത് ഞാൻ അറിഞ്ഞു. നമുക്ക് ആ കേസൊന്ന് പിൻവലിക്കണം. എന്തിന്? എന്തിനാ ഈ വേണ്ടാത്ത വയ്യാവേലിക്ക് നിൽക്കുന്നത്? അയാൾ കോടികൾ കത്തിച്ചുണ്ടാക്കിയ പാലം 1 മാസം കൊണ്ട് തകർന്നു. 50ഓളം ആളുകളാ മരിച്ചത്. പിന്നെ എന്നിട്ട് ആ കോൺട്രാക്ടർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും എടുത്ത പോലീസ് എടുത്തിട്ടില്ല. രാഷ്ട്രീയക്കാർ അയാളെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ ശരിയാണോ അച്ഛാ? ഓ, എന്തോ ആവട്ടെ, നമ്മളെന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾക്ക് തലയിടുന്നത്? എനിക്കിത് സീരിയസ് ആയ പ്രശ്നമാണ്. ഞാൻ അവന്റെ വീടും വസ്തുക്കളും എല്ലാം ജപ്തിയിപ്പിക്കും. കൂടെ അവനെ അഴി എണ്ണിപ്പിക്കും. നോക്കിക്കോ. നീ അല്പം പ്രായോഗികമായ ഈ വിഷയത്തെ കാണും. എന്ത് പ്രായോഗികം? നീ ആ കേസ് പിൻവലിച്ച കോൺട്രാക്ടർ 10 ലക്ഷം രൂപ തരും. എന്ത് കിട്ടിയാലും നമുക്ക് 50-50 ആക്കാം. എന്താ? അല്ലെങ്കിൽ വേണ്ട, നീ 75 എടുത്തോ, 75% എടുത്തോ, എനിക്ക് 25% തന്നാ മതി. എന്താ, ഓക്കെ അല്ലേ? അച്ഛൻ ഇത്രയും ചീപ്പായി സംസാരിക്കരുത് മോനെ. എന്റെ ജീവിതാനുഭവം വെച്ച് പറയാ, ഒരല്പം ചീപ്പായി പോയെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. ഓ പിന്നെ, മാനം വിറ്റ പണമാണെങ്കിൽ ആ മാനക്കേട് ആ പണം മാറ്റിക്കോളും. എനിക്ക് മാറി തെരിയിലൊന്നും വിശ്വാസമില്ല. ഞാൻ പോവാട്ടോ. നോക്ക്, 10 ലക്ഷം എന്നല്ല, 1 കോടി വരെ അങ്ങേര് ഓഫർ ചെയ്തിട്ടുണ്ട്. നീ ആ 1 കോടി രൂപ അങ്ങ് വാങ്ങി ആ കേസ് അങ്ങ് പിൻവലിക്ക്. 1 കോടി രൂപ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പാടാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ പിന്നെ, വേണമെങ്കിൽ നിന്റെ കാല് ഞാൻ പിടിക്കാം. പ്ലീസ്. നോ, ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. നിന്റെ ഈ ചിന്താതി കാരണം എത്ര പൈസയുടെ നഷ്ടം ഉണ്ടാകുന്നേ? എന്ത് നഷ്ടോ? ഓ, അംഗനവാടി ഉണ്ടാക്കാൻ പൈസ കൊടുക്കുന്നു, കിണറുണ്ടാക്കാൻ പൈസ കൊടുക്കുന്നു, ലൈബ്രറി ഉണ്ടാക്കാൻ പൈസ കൊടുക്കുന്നു. നന്മമരമാകാനുള്ള ഓരോ കളികളെ. നാട്ടുകാർക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി കേസ് നടത്തുന്നു. ഇതെല്ലാം എന്റെ മകളുടെ പണമാണ് നീ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ പണോ? ഏത് വകയില്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ എനിക്ക് ഫ്രീ ആയി തന്ന പൈസയല്ല ഞാൻ കൊടുത്തേ. ഇനിയും ഞാൻ എന്റെ പണം ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നിങ്ങൾ ആരാ ചോദിക്കാൻ? ഈ സ്വഭാവമാണ് ഇനിയും നീ കാണിക്കുന്നതെങ്കിൽ ഈ ബന്ധം തുടരാൻ ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. ഓർത്തോ? ഓ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് നിങ്ങളല്ല, ഞാൻ താലി കെട്ടി അഞ്ജലിയാണ് പറയേണ്ടത്. ബാബുവിന് പണി കിട്ടി. അപ്പൊ കാണാം. ആ, കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? മരുമോന്റെ കാല് പിടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേനോ? അതല്ലടാ, ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞാ സ്വന്തം അച്ഛന് തുല്യല്ലേ. പക്ഷേ അവൻ എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. വിനയനെന്താ അമ്മായിയപ്പേ, അവൻ പണക്കാരനല്ലേ. അവൻ നിന്നെ ഒന്നും മൈൻഡ് ചെയ്യില്ല. എന്തായാലും നിന്റെ കൂട്ടുകാരൻ കോൺട്രാക്ടർ ഉണ്ട തിന്നും. ഞാൻ ആദ്യമായിട്ടാ ജീവിതത്തിൽ രാഷ്ട്രീയമായി പരാജയപ്പെടുന്നത്. ആ വിനയനെ ഞാൻ വെച്ചിട്ടുണ്ട്. നടന്നത് തന്നെ. ആ അതെ അച്ഛാ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ സൂപ്പർ മാർക്കറ്റിലാ. മോളെ, ഞാൻ വളരെ വിഷമത്തോടൊരു കാര്യം പറയാനാ വിളിക്കുന്നത്. അയ്യോ, എന്തു പറ്റി അച്ഛാ? നിന്റെ ഭർത്താവിന് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. ആണോ? ഞാൻ പറയുന്ന ഒരു കാര്യവും അവൻ അനുസരിക്കുന്നുമില്ല. നിനക്കറിയാലോ, ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ സ്വന്തം അച്ഛനെ പോലെയല്ലേ. പക്ഷേ ഞാൻ എന്തു പറഞ്ഞാലും അവൻ വിപരീത ബുദ്ധിയോടുകൂടിയേ കാണുന്നുള്ളൂ. കഷ്ടം. ഇപ്പൊ എന്തുണ്ടായിച്ചാ? വിനയന്റെ വീടിന്റെ അടുത്ത് ഒരു പാലം ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ തകർന്നു വീണു. ആണോ? ഈ വിഷയത്തില് വിനയൻ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഒരു വക്കീലിനെ വെച്ചു. ആ കോൺട്രാക്ടർക്കെതിരെ കേസ് കൊടുത്തു. കഷ്ടം. എന്നിട്ട് ഇപ്പൊ ആ കേസ് കാരണം കോൺട്രാക്ടർ ശരിക്കും പെട്ടിരിക്കുക. 5 കോടിക്ക് ചെയ്ത പാലം ഇപ്പോ പണി തീർക്കാൻ 25 കോടി വേണമെന്നാ പറയുന്നത്. പിന്നെ ജയിൽ ശിക്ഷ വേറെയും. ആ വിനയൻ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ച ആ കോൺട്രാക്ടർ രക്ഷപ്പെടും. ഓക്കെ, അങ്ങനെ ഈ കേസ് പിൻവലിച്ച നമുക്ക് ആ കോൺട്രാക്ടർ പണം തരുമോ? പിന്നില്ലേ, ഉറപ്പല്ലേ. 10 ലക്ഷം മിനിമം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒന്നുകൂടി ഒന്ന് മുറുക്ക പിടിച്ചാ കൂടുതൽ കിട്ടുമോ? വേണമെങ്കിൽ 1 കോടി വരെ കിട്ടും. ഈ വിനയേട്ടൻ എന്ത് പറഞ്ഞു? ഞാനത് കുറെ പറഞ്ഞു നോക്കിയത്.
പക്ഷെ ആ വിവരദോഷി സമ്മതിക്കുന്നില്ല. ആ കോൺട്രാക്ടർ ജയിലിലാക്കിയതുകൊണ്ട് കുറെ കോടികൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ നമുക്കെന്ത് കാര്യം? നീ തന്നെ ആലോചിച്ചു. അതെ, സത്യം. അതിനിടയിൽ ബസ് സ്റ്റോപ്പ് പണിയാനും ലൈബ്രറി ഉണ്ടാക്കാനും പൊതുകിണറുണ്ടാക്കാനും ഇവൻ ഫ്രീ ആയി സ്ഥലം കൊടുക്കുന്നു. എല്ലാം നിനക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതിനെതിരെ കുറേ പറഞ്ഞതാ. എന്റെ വാക്കിന് ഒരു വിലയില്ല. അങ്ങേര് കഷ്ടപ്പെട്ട് കുറേ പണം ഉണ്ടാക്കും. കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ പണം കൊടുത്ത് വിതരണം ചെയ്ത് നശിപ്പിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പേരിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ പറഞ്ഞാൽ അങ്ങേരത് കേൾക്കില്ല. അപ്പൊ പിശുക്ക് തരും. ചെയ്യാ ഈ ബന്ധം നമുക്ക് ശരിയാവില്ല. അതെ, ഇത്രയും കുരുത്തം കെട്ട ഒരുത്തനെ നമുക്ക് വേണ്ട. നീ അവനെ ഉപേക്ഷിക്കണം. സത്യം. ഞാനും അതാണ് ആലോചിക്കുന്നത് അച്ഛാ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ അച്ഛനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭർത്താവ്. പക്ഷേ ഒന്നും നടന്നില്ല. എങ്കിൽ ശരി അച്ഛാ. ബാബുവിനും ഗോൾ അടിക്കാനായില്ല. അതേന്നേ. നമ്മൾ എത്ര പണം കൊടുക്കാൻ ഓഫർ ചെയ്താലും കേസ് പിൻവലിപ്പിക്കാൻ അതെ. പറ്റുന്നില്ല. അതൊന്നും പ്രശ്നമാക്കണ്ട. ഇവിടുത്തെ MLA-മാരടക്കം എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളെ കൂടെയാണ്. വിനയനും നാട്ടുകാരും എന്തോ കളിക്കട്ടെ. അതെ. അതാണ് എൻ്റെ ഒരു ധൈര്യം. ശരിക്കും പറഞ്ഞ ആ വിനയനൊക്കെ അങ്ങ് തീർത്ത് കളയാ വേണ്ടത്. അതെ. പക്ഷെ എന്താ ചെയ്യാൻ? സമയം വൈകിട്ടില്ല. ഒരു കൈ നോക്കണോ? നോക്കാം. ഒന്നും നടന്നില്ലെങ്കിലും ആ വിനയന്റെ ശിങ്കിടികളെ 4 പൊട്ടിക്കണം. ആ അതെ. കോടതിയിൽ എനിക്കെതിരെ വരിവരെ നിന്നല്ലേ മൊഴി കൊടുക്കുന്നത്. ഞങ്ങളേറ്റു. അതെ. ഓക്കേ. ഡൺ. വിനേട്ടാ, എന്താടി? വിനേട്ടാ നിക്കേ. എന്താ? അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു. ആ. അച്ഛൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അതെ, നിന്റെ അച്ഛൻ പറഞ്ഞൊക്കെ ശരിയാ. ഓ, കണ്ട കോൺട്രാക്ടർമാരെന്നെല്ലാം ബ്ലാക്ക് മണി എല്ലാം വാങ്ങി. അവര് പറയുന്ന പോലെ തുള്ളാനൊന്നും എന്നെ കിട്ടൂല. നിന്റെ അച്ഛൻ എന്താ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക? ഇനി മേലിൽ എന്നെ വെച്ച് ഗെയിം കളിക്കേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞു കിട്ടോ? ഹോ, എന്നെ വെച്ചാ കൊട്ടേഷൻ ഞങ്ങൾ തീരെ പാവപ്പെട്ടവരായതുകൊണ്ടാണോ നിങ്ങളൊന്നും തീരെ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്തെ? വിനേട്ടാ നിക്കവിടെ. ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ഭാര്യയുടെ അച്ഛൻ വെച്ചാ സ്വന്തം അച്ഛന് തുല്യം തന്നെയാ. ഓ, അതൊന്നും നിങ്ങൾക്കറിയില്ല. എന്നോടും എന്റെ അച്ഛനോടും വളരെ ദേഷ്യത്തിലാണ് നിങ്ങൾ കല്യാണ ദിവസം മുതൽ ഇന്ന് വരെ പെരുമാറിയിട്ടുള്ളത്. ഞാൻ എന്ത് ദേഷ്യം കാണിച്ചെന്നാ നീ പറയുന്നേ? നിങ്ങൾ എനിക്ക് സ്വർണം വാങ്ങി തരുന്നില്ല. ഓ, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലും ഇട്ട് തരുന്നില്ല. അയ്യോ, ഭക്ഷണവും വസ്ത്രമൊക്കെ ഞാൻ വാങ്ങി തരുന്നില്ലേ? ഹോ, വലിയ കാര്യമായി പോയി. അതെന്താ? എന്റെ വീട്ടിൽ വലിയ കാറും പത്രാസും ഒന്നും ഇല്ലെങ്കിലും നല്ല അന്തസ്സായിട്ട് തന്നെ എന്റെ അച്ഛൻ എന്നെ വളർത്തിയത്. ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് വന്നതല്ല. ഓ, നിങ്ങൾ എന്നെ താലി കെട്ടി കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്ന നിങ്ങൾക്കത് ഓർമ്മ വേണം. അതിന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ പിശുക്കുന്നു. നാട്ടുകാർക്കെല്ലാം എനിക്ക് അർഹതപ്പെട്ട പണം മുഴുവനും നിങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു. ഇനി ഞാനിതൊന്നും അനുവദിക്കില്ല. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? എന്റെ പൈസ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആര്? എന്റെ മോളെ, നീയൊന്ന് സമാധാനപ്പെട്. ഉപദേശം തുടങ്ങി. എല്ലാ പ്രശ്നവും നമുക്ക് പറഞ്ഞു തീർക്കാം. അതെ, അത് തന്നെ ഇവിടെ നടക്കുന്നത്. പരിഹരിക്കാൻ പറ്റാത്ത വല്ല പ്രശ്നം ഈ ലോകത്തിലുണ്ടോ? നോ, ഇനി ഈ പ്രശ്നത്തിൽ ഒരുത്തരും ഇടപെടണ്ട. എനിക്കിനി ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുന്നു. ആരും എന്നെ തടയണ്ട. മോളെ അഞ്ജലി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എടാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവളെ തടയണ്ട, പോയി തൊലയട്ടെ. വേണോട്ടാ, എന്റെ പറ്റിലെത്തി കേട്ടോ. അല്ല പിന്നെ നിങ്ങളുടെ ബന്ധം ഡൈവേഴ്സായി എന്നൊക്കെ കേട്ടു. ശരിയാണോ? പരസ്പരം ഒത്തുപോലെന്ന് ഉറപ്പായി. പിന്നെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതല്ലേ? മാന്യമായിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നത്. അത് ശരിയാ. അവള് പോയാൽ പോട്ടെ, വേറെ വല്ല പെൺകുട്ടിയെ നോക്ക്. തൽക്കാലം സിംഗിളായി തുടരാനാണ് എൻ്റെ തീരുമാനം. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ പറഞ്ഞ നിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള നല്ല കുട്ടികൾ ഞങ്ങൾ നോക്കിത്തരാം. അത് പെട്ടെന്ന് വേണ്ട, ഞാൻ പറയാം. ശരിയേ, ഓക്കെ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വിനയനോട് എനിക്കൊരു സെൻറ്റിമെൻറ്റും ഇല്ല. അവ അനുഭവിക്കട്ടെ. അതെന്താ? ആ അഞ്ജലി എന്ന് പറഞ്ഞ കുട്ടിയെ
കല്യാണം കഴിക്കരുത് 100 തവണ അവനോട് പറഞ്ഞു. അവൻ അനുഭവിക്കട്ടെ, അല്ല എന്താ ചെയ്യാ. അല്ല, എന്താ ആ കുട്ടിക്ക് പ്രശ്നം? ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവളുടെ അച്ഛനുണ്ടല്ലോ തറ രാഷ്ട്രീയക്കാരനാണ്. അതാണ് അവരുടെ ബന്ധം തകരാനുള്ള മെയിൻ കാരണം. സാരല്ല, അതിലും നല്ല കേസൊക്കെ വിനയന് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ബന്ധം പിരിഞ്ഞിട്ടോ. എന്താ ചെയ്യാ? എന്നാലും ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ ഒരാള് ബന്ധം പിരിയാന്ന് വെച്ചാ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ അഞ്ജലിക്കും അച്ഛനൊന്നും ഇത്രയും ബോധമില്ലേ? ഞാനായിട്ട് അവളെ പറഞ്ഞു വിട്ടതല്ല, അവളായിട്ട് പോയതാ. ഇതാണ് പറയുന്നേ, കല്യാണം കഴിക്കുമ്പോ ഒരു തറവാടിയെ തന്നെ തെരഞ്ഞെടുക്കണം. അവരവരുടെ നിലവാരം കാണിച്ചു, പക്ഷേ നിങ്ങളുടെ ലൈഫാ പോയത്. എന്താ ചെയ്യാ? അവളും അവളുടെ അച്ഛനും ഓവർ ബിസിനസ് മൈൻഡോട് നടന്നു. അവരത് കാണിച്ചു. അതെ, അതാണ് സത്യം. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? എന്റെ തലയിലെഴുത്ത്. അല്ല, ആ വീട്ടിൽ എന്തിന്റെങ്കിലും ഒരു കുറവുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിയാ. പക്ഷെ അവക്കാണെങ്കിൽ 100 കുറ്റാ. എന്നിട്ട് നിങ്ങള് ഡൈവേഴ്സിന് കൊടുത്തോ? അവളും റെഡിയായിരുന്നോ? ആ, ഞങ്ങൾ ഒരുമിച്ച് എന്നെ ഡൈവേഴ്സിന് കൊടുത്തു. ഉടനെ മോചനം കിട്ടുന്ന കരുന്ന്. ആ അഞ്ജലിനെ നല്ല ബുദ്ധി ഉപദേശിക്കാൻ അവരുടെ ഭാഗത്ത് ആരും ഉണ്ടായില്ല അല്ലേ? സത്യം. എന്താ ചെയ്യാ? എന്താ പറയാ, അവര് അച്ഛനും മോക്കും ഈ ലോകത്ത് ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ആണോ? രാഷ്ട്രീയത്തിന്റെ മറവിൽ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു അച്ഛൻ, ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു അഞ്ജലി. എന്ത് പറയാൻ, എന്റെ ഒരു തലയിലെഴുത്ത്. സാരമില്ല വിനയേട്ടാ, എല്ലാം നല്ലതിന് വേണ്ടിട്ടെന്ന് ചിന്തിക്ക്. എന്ത് ചെയ്യാനാ, എന്റെ ലൈഫ് കോഞ്ഞാട്ടേ. ഗോപികെ, ഒരു പണി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ലല്ലേ? കഴിഞ്ഞ മാസത്തെ സ്റ്റോക്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? ഐ ആം സോറി സർ, ഞാനത് മറന്നുപോയി. അവൾക്ക് എന്നും മറവിയ. എപ്പോഴും കസ്റ്റമേഴ്സ് വരില്ലേ? കസ്റ്റമേഴ്സ് വന്നു പറയുന്നൊക്കെ സത്യ. പക്ഷേ നീ മറന്നത് അതുകൊണ്ടൊന്നല്ല. 24 മണിക്കൂർ ആ മൊബൈൽ കുത്തി കളിക്കല്ലേ? അത് ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടി. എന്ത് റിലാക്സേഷൻ? റിലാക്സേഷൻ ആ ശരി, ഇന്ന് രാത്രി 12 മണിയായാലും ഏൽപ്പിച്ച പണി തീർത്തിട്ട് നീ വീട്ടിൽ പോയാൽ മതി. മനസ്സിലായോ? ശരി സർ. വിനയ, പറഞ്ഞത് കേട്ടല്ലോ. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. പ്രശ്നമാക്കണ്ട ഗോപികെ, സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ഞാനും സഹായിക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? ഓ താങ്ക് യു. ഇന്നലെ വിനയൻ സാർ സഹായിച്ചോണ്ടാ ആ സമയത്തെങ്കിലും വീട്ടിൽ പോകാൻ പറ്റിയത്. മൊബൈൽ ഹാങ് ആയല്ലോ. വിനയന്റെ മൊബൈൽ ഒന്ന് തരുമോ? ഒരാളെ ഫോൺ ചെയ്യാനുണ്ടേ. ഗോപികെ, എന്റെ അമ്മോ, ഇത്ര പെടുന്ന കാലമാടം തിരിച്ചു വന്നോ? പണി പാളിയോ? ഹലോ ഹലോ ഹലോ, ഞാൻ മൊബൈൽ ഒരാൾക്ക് കൊടുക്കാം. ഈ വിളിച്ച ആളാരാ? എന്താണ് മിസ്റ്റർ നിന്ന് പതുങ്ങുന്നത്? ഈ ഞാൻ ഇതുവരെ പേരിട്ടില്ലേ? പെട്ടല്ലോ. ഞാൻ എനിക്ക് വേണ്ടിയല്ല വിളിച്ചത്. ഹലോ ഹലോ, ഓരോന്ന് വന്നോളൂ ഇങ്ങനെ റോങ് നമ്പർ എന്ന് വെച്ചിട്ട് മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിട്ട്. വിനയ, ഇപ്പം ഫ്രീ ആണോ? ഫ്രീ ആണ്. എങ്കിൽ പാളയത്ത് പോയി സ്റ്റോക്ക് എടുത്തിട്ട് വാ. ആ ലോറി ഡ്രൈവറുടെ നമ്പർ തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് വിളിച്ച്. അയാളെ കുറച്ചു മുമ്പേ ഈ ഫോണിൽ നിന്ന് വിളിച്ചതല്ലേ? ഓക്കെ, ശരി ശരി ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ഹലോ, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ? ഉടനെ പാളയത്തിലേക്കൊന്ന് വരാൻ പറ്റുമോ? പാളയത്തെത്താനോ? അത് ശരി. ആദ്യം റോങ് നമ്പർ എന്നും പറഞ്ഞ് വിളിച്ചു, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുവാൻ പറയുന്നു. എന്താണ് മിസ്റ്റർ? ഐ ആം സോറി മാഡം, ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് റോങ് ആയി പോയതാണേ. സോറി. അപ്പോൾ മുമ്പ് വിളിച്ചത് റോങ് നമ്പർ ആയിരുന്നോ? ഞാൻ ഇപ്പോൾ വിളിച്ചത് റോങ് അല്ല, വേറെ ഒരാളെ വിളിച്ചപ്പോൾ അത് നിങ്ങളിലേക്കായി. ഇനി മേലിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചേക്കരുത്. അല്ല, ക്രിമിനൽ എന്ന് പറഞ്ഞ് ഈ നമ്പർ സേവ് ചെയ്യാം.